അംഗീകാരമില്ലാത്ത കോളേജ് നടത്തി കാരന്തൂർ മർക്കസ് വിദ്യാർത്ഥികളെ വഞ്ചിച്ചതായി പരാതി. മർക്കസിന് കീഴിലുള്ള MIET പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയെന്നും ആരോപണമുണ്ട്. മർക്കസിനെതിരെ വിദ്യാർത്ഥികൾ സമരം തുടങ്ങി. ഈ വിദ്യാർത്ഥികൾ മർക്കസിന് കീഴിലുള്ള MIET പോളിടെക്നിക് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തീകരിച്ചവരാണ്. ജോലിക്കായും ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗ് പഠനത്തിന് ശ്രമിച്ചവരുമാണ് തങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും കോളേജിന് അംഗീകാരമില്ലെന്നും അറിയുന്നത്. രണ്ട് വിഭാഗത്തിന് സർട്ടിഫിക്കറ്റ് തന്നു. ഒരുവിധം കുട്ടികൾ പലർക്കും സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുമില്ല. തന്ന കുട്ടികളും തരാത്ത കുട്ടികളുണ്ട്. അത് തന്ന ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന് തന്ന സർട്ടിഫിക്കറ്റ് ഒരു തവണ തന്ന സർട്ടിഫിക്കറ്റ് ഇവർ തിരിച്ചു വാങ്ങി മാറ്റിക്കൊടുത്തു. ബിടെക്കിന് പോയ സമയത്ത് അവർ പറഞ്ഞ ഇതിന് വാലിഡിറ്റി ഇല്ല. ഇവിടെ പഠിക്കുന്ന പല കുട്ടികളും ഓട്ടോമൊബൈൽ എഞ്ചിനീയർ കഴിഞ്ഞ പല കുട്ടികളും പല സ്ഥാപനങ്ങളും വർക്ക് ചെയ്തിട്ട് ഈ ഇഷ്യൂ പുറത്തു വന്നപ്പോൾ കുട്ടികളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഇല്ല. മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. പ്രശ്നം പരിഹരിക്കുന്നതുവരെ അനിശ്ചിതകാല നിരാഹാരവും തുടങ്ങി. വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിവിധ വിദ്യാർത്ഥി സംഘടനകളും സമരരംഗത്തുണ്ട്. MSF നേതാക്കൾ സത്യാഗ്രഹ സമരം തുടങ്ങി. എന്നാൽ മർക്കസ് പോളിടെക്നിക് തുടങ്ങിയിട്ടില്ലെന്നും അക്കാദമി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് തുടങ്ങിയതെന്നുമാണ് മർക്കസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പോളിടെക്നിക് കോളേജ് പൂട്ടിയ ശേഷം ഈ കെട്ടിടത്തിലിപ്പോൾ മർക്കസ് ട്രെയിനിംഗ് സ്കൂളാണ് നടക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.